കഴിഞ്ഞ് വെക്കേഷൻ സ്റ്റാർട്ട് ആവാറായി. ഇനി ഫുൾ റെസ്റ്റ് എന്നായിരിക്കും മിക്ക കൂട്ടുകാരുടെയും തീരുമാനം. വൈകി എണീക്കണം, നമുക്ക് ഒരുപാട് ഡൂം സ്ക്രോളിങ് ചെയ്യാനുണ്ട്, യൂട്യൂബിൽ ഒരുപാട് കാണാനുണ്ട്, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റീൽസ് കാണാനുണ്ട്, നമ്മൾ പെൻഡിങ് ആക്കി വെച്ചിട്ടുള്ള കുറേ സീരീസുകളും മൂവീസുകളും കാണാനുണ്ട്, കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം സോഷ്യൽ മീഡിയാസിൽ എന്നൊക്കെ ആയിരിക്കും കുട്ടികൾ തീരുമാനിക്കുന്നത്. ആദ്യത്തെ ദിവസം അങ്ങനെ തീരും, 2 ദിവസം അങ്ങനെ തീരും, 10 ദിവസം അങ്ങനെ തീരും. അങ്ങനെ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയത്ത് where did the time go? സമയം എങ്ങോട്ടാ പോയതെന്ന് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമല്ലേ. ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടാവാറെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്, ഇൻക്ലൂഡിങ് പാരൻസ് ആൻഡ് കിഡ്സ്. ലെറ്റ് മീ ആസ്ക് യു എ സിമ്പിൾ ക്വസ്റ്റ്യൻ. വെക്കേഷൻ തീരുന്ന സമയത്ത് ഞാൻ ഇംപ്രൂവ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ലെറ്റ്സ് സ്റ്റാർട്ട് ദ ചേഞ്ച് ഫ്രം ദെയർ. ഒരു സ്റ്റുഡൻറ്റ് ഡൂം സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ചെസ്സ് കളിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. വേറൊരു സ്റ്റുഡൻറ്റ് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? സുഡോക്കു ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഡെയിലി ഒരു 20 മിനിറ്റ്സ് സുഡോക്കു ചെയ്യാൻ തുടങ്ങി. വേറെ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു? കോമ്പറ്റേറ്റീവ് എക്സാം മോഡലുള്ള നമ്മുടെ ഒളിമ്പ്യാഡ്സിൻ്റെ ഒക്കെ മോഡലിലുള്ള മാത്സ് പ്രോബ്ലംസ്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒബ്വിയസ്ലി ആദ്യത്തെ ദിവസം എന്താണ്, ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് എന്തായിരിക്കും? ഭയങ്കര ബോറിംഗ് ആയിരുന്നു, അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ദ ഹോൾ തോട്ട് പ്രോസസ് ചേഞ്ച്. ഒരു പ്രോബ്ലം വന്നാൽ പാനിക് ആവാതെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നായിരിക്കും അവർ ആദ്യം ചിന്തിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ ഗ്രോത്ത്. ഓൾ ലീഡേഴ്സ് ആർ റീഡേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് പറഞ്ഞിട്ടുള്ളത് ഫോമർ US പ്രസിഡന്റ് ആയിട്ടുള്ള ഹാരി എസ് ട്രൂമാൻ ആണ്. അപ്പോൾ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് വായനാശീലം അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇത് നേർച്ചർ ചെയ്യാൻ പറ്റുന്ന, ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈമാണ് എന്ത്? നമ്മുടെ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിലും ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ എന്തെങ്കിലും എടുത്ത് വായിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ ഹാബിറ്റ് ആൻഡ് യുവർ വേർഡ്സ് വിൽ ചേഞ്ച്. നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന മെത്തേഡ് ചേഞ്ച് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻക്രീസ് യുവർ കോൺഫിഡൻസ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വായനാശീലം എന്ത് ചെയ്യും? മാറ്റിയെടുക്കും എന്നുള്ളതാണ്. ഇനി പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് എന്ത്? ഐ നോ ദ ആൻസർ, എനിക്ക് ആൻസർ അറിയാം, പക്ഷേ ഐ കാൻ റൈറ്റ് ഇറ്റ് ഇൻ മൈ പേപ്പർ, അല്ലെങ്കിൽ എനിക്കത് എൻ്റെ പേപ്പറിൽ ആ ഒരു കാര്യം കൺവേ ചെയ്യാൻ പറ്റുന്നില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് നന്നായിട്ട് എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വെക്കേഷൻ ടൈമിൽ നമ്മുടെ റൈറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഡെയിലി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഡെയിലി എന്ത് ചെയ്യാം? നമ്മുടെ അവസാനം നമ്മൾ കിടക്കുന്ന സമയത്ത് അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ജേണലിൽ എഴുതി നോക്കൂ. അതുപോലെ തന്നെ ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കൂ. നിങ്ങൾക്ക് ആളുകളുടെ മുമ്പിൽ, നിങ്ങളുടെ വീട്ടുകാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മിററിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുവഴി എന്താണ്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. ഈ റൈറ്റിങ്ങും റീഡിങ്ങും ഒന്നും അല്ല, നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് എന്ത്? സ്കില്ലുള്ളവർക്ക് ഇനി അങ്ങോട്ട് സർവൈവ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അത്. അപ്പോൾ നമ്മുടെ റൈറ്റിങ്ങും റീഡിങ്ങും മാത്രമല്ല സ്കിൽ എന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറിൽ വളരെ ആവശ്യമുള്ള ഒന്നാണ് എന്ത്? ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. ഒരു കുട്ടി, ഒരു സ്റ്റുഡൻറ്റ് വെക്കേഷനിൽ അവരുടെ സമയം യൂട്ടിലൈസ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവായിട്ട് AI കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. വേറൊരു കുട്ടി നമ്മുടെ MS ഓഫീസ് പോലുള്ള നമ്മുടെ ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ടൂൾസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുകയാണ്. വേറൊരു കുട്ടി കോഡിങ് പഠിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ സ്കിൽസും എന്താണ്, ഇനി അങ്ങോട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലോട്ട് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ശാസ്ത്രമേളയിലൊക്കെ ഇത്തരത്തിലുള്ള IT മേളകളുണ്ട്, അപ്പോൾ അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കോമ്പറ്റീഷനും കൂടെ എന്താണ്, ഇത്തരത്തിൽ ടെക്നിക്കൽ സ്കിൽസ് നമ്മൾ നേർച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ AI കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ എക്സാം വഴിയിൽ തന്നെ AI യുഗ എന്ന് പറയുന്ന ഒരു 1 വീക്ക് ക്യാമ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ AI ബൂട്ട് ക്യാമ്പ്സ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമുള്ളവർക്ക് ബേസിക് മാത്ത് കോഴ്സുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ താഴെയുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫോം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ സ്കൂൾ തുറന്ന് പോകുന്ന സമയത്ത് നമുക്ക് തന്നെ സ്വയം തോന്നണം ഐ ഡിഡിൻറ്റ് വേസ്റ്റ് മൈ ടൈം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം മാത്രമല്ല, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ഹോബീസ് ആയിട്ട് വെക്കുന്ന, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പെയിൻറ്റിങ്സ്, അല്ലെങ്കിൽ DIY പ്രൊജക്ട്സുകൾ ചെയ്യുന്നവരുണ്ട്, ഡിസൈൻ ചെയ്യുന്നവരുണ്ട്, ഈവൻ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോസ് ആക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് തോന്നുന്ന കാര്യങ്ങളെ പോലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുവാണ്, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളത്
ഡെവലപ്പ് ചെയ്യുവാണ് എങ്കിൽ അതെന്താ ചെയ്യാം, അത് നിങ്ങൾക്കൊരു സ്കില്ലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ നമ്മുടെ വെക്കേഷനിൽ നമുക്ക് നേർച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കിൽസ് ഒക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഈ സ്കിൽസ് ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മുടെ സ്കിൽസ് മാത്രമല്ല, നമ്മുടെ ഹാബിറ്റ്സ് ആണ് ആക്ച്വലി നമ്മുടെ ലൈഫിൽ റിയൽ ചേഞ്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് പരീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്, ട്രൈ ഫിക്സിങ് അവർ ബെഡ് റുട്ടീൻ എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ടൈമിൽ കിടന്നുറങ്ങാൻ പോകുക, അതുപോലെ ഒരു ഫിക്സഡ് ടൈമിൽ നമ്മൾ എപ്പോഴും എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കൺട്രോൾ അവർ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രീൻ ടൈം നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഡെയിലി മൂവ് ചെയ്യുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഹാബിറ്റ്സ്, കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് ആണ് എന്ത് ആക്ച്വലി നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മളെ കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി വി നീഡ് എ സ്ട്രോങ് ബോഡി ഫോർ എ സ്ട്രോങ് മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഫോണിൽ ഇങ്ങനെ കളിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മൾ റീഡിങ് എപ്പോഴും പുസ്തകം വായിച്ചിരിക്കുന്നതോ എപ്പോഴും എഴുതുന്നതോ മാത്രമല്ല ചെയ്യേണ്ടത്. അവധിക്കാലമായാൽ യു ഹാവ് ടു മൂവ് അറൗണ്ട്സ്. നിങ്ങൾക്ക് സൈക്ലിങ്ങിന് പോവാം, നിങ്ങൾക്ക് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് പോവാം, കൂട്ടുകാരുമൊത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ യു ഹാവ് ടു മൂവ് അറൗണ്ട് ഫോർ എ സ്ട്രോങ് ബോഡി. ഇതൊക്കെ കേട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ വെക്കേഷനിൽ ചെയ്യണോ? ആകെ 60 ദിവസം 2 months എനിക്ക് സമയമുള്ളത്. അപ്പോൾ ആ സമയത്തെങ്കിലും ഞാൻ അടിച്ചു പൊളിക്കട്ടെ, അല്ലാണ്ട് ഇങ്ങനെ ഇനിയും എനിക്ക് പഠിക്കാനൊന്നും വയ്യ എന്ന് തോന്നുന്നുണ്ടായിരിക്കും കൂട്ടുകാർക്ക്. അപ്പോൾ നമ്മൾ ഡെയിലി, ഇപ്പോൾ നമുക്കറിയാം ഒരു ദിവസം 24 hours അല്ലേ ഉള്ളത്. അതിൽ നിങ്ങൾ 24 hours പകൽ മുഴുവൻ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡെയിലി ഒരു 1 or 2 hours നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ഡെയിലി പ്ലാൻ നോക്കിയാലോ? നമുക്ക് നമ്മുടെ ഒരു 2 hour റുട്ടീനാണ് നമ്മൾ ഡെയിലി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 20 minutes നമുക്ക് റീഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്സ് എടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് റെക്കമെൻഡേഷൻ ഓഫ് ബുക്സ് വേണമെങ്കിൽ നമ്മൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വെക്കേഷനിൽ വായിക്കാൻ പറ്റുന്ന സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലാണ്ട് നോവൽസ് ആയിട്ടുള്ള, ഫിക്ഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ബുക്സിൻ്റെ ഫ്യൂ ഓഫ് ദ ബെസ്റ്റ് ബുക്സിൻ്റെ റെക്കമെൻഡേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവധിക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 20 minutes നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബുക്ക് റീഡ് ചെയ്യാം. അതുപോലെ ഒരു 20 minutes നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ജസ്റ്റ് എഴുതിയാലും മതി. നിങ്ങൾക്കിപ്പം ന്യൂസ് പേപ്പർ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ടു. ഓക്കെ, അതുപോലെ തന്നെ ഒരു 20 minutes നിങ്ങൾ പഠിക്കുന്ന ഒരു പുതിയ സ്കില്ലിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു 30 minutes നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 1.5 hour കൊടുത്താൽ തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ ഒരു ദിവസം നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൽ കൂടുതൽ സമയം കൊടുക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഗീവ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു എഫേർട്സ്, അതായത് ഇങ്ങനെയുള്ള മൈനർ എഫേർട്സ് തന്നെ എന്താണ് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ വെക്കേഷൻ ടൈമിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇനിയിപ്പോൾ ഇതൊക്കെ കേട്ട് ഇൻസ്പയർ ആയിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിട്ട് പോയിട്ട് നിങ്ങൾ ഡെയിലി ഒരു 10 കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഒബ്വിയസ്ലി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി ഇതൊക്കെ കേട്ടിട്ട് ഞാൻ നാളെ മുതൽ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഐ ആം ഗോയിങ് ടു ട്രെയിൻ ഓൺ ഓൾ ദീസ് സ്കിൽസ് എന്ന് പറഞ്ഞ ഒരു 10 കാര്യങ്ങൾ ചൂസ് ചെയ്തു. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി, he get bored അല്ലേ? അപ്പോൾ അടുത്ത ദിവസം ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി വിചാരിച്ചു ഇതെനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇനി വേറെ 10 എടുത്ത് നോക്കട്ടെ. അതിന് പകരം വേറൊരു കുട്ടി എന്ത് ചെയ്തു, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ, 3 സ്കിൽസ് എടുത്തു. അത് ചൂസ് ചെയ്തിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, അല്ലെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആർക്കായിരിക്കും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുക? ഒന്ന് കമൻറ്റ് ചെയ്തേ. സോ വെക്കേഷൻ കഴിയുന്ന സമയത്ത് യു ഹാവ് 2 choices. ഫസ്റ്റ് വൺ എന്താണ്, I didn't do anything. I actually wasted my whole vacation എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പോവാം. അല്ലെങ്കിൽ I learned this and now I am a better version of my old self എന്ന് പറയാം. The choice is yours. Don't waste your vacation and build yourself. ഇനി എക്സാം വെക്കേഷനിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ക്യാമ്പുകളെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിലും ലിങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോം കൊടുക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്താൽ മതി. വി വിൽ റീച്ച് ഔട്ട് ടു യു.